പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ ആദ്യ 2 ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം. 2 ദിവസത്തെ ലീവ് എടുത്ത് കേസ് അന്വേഷിക്കാൻ ഇടുക്കിക്ക് പോകണമെങ്കിൽ, അത് മൊബൈൽ ഫോണും ഓഫ് ചെയ്ത് പോകണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒന്നുണ്ടല്ലോ സർ. നന്ദൻ അത് കേട്ട് ആലോചനയോടെ പറഞ്ഞു. യെസ് നന്ദൻ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഞാൻ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഇടുക്കിക്ക് പോകേണ്ട കേസൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓ സർ, അങ്ങനെയെങ്കിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെയും അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെയും നമ്പർ എനിക്ക് വേണം. പിന്നെ അവിടേക്ക് മധുറാമിൻ്റെ ഫോട്ടോ മെയിൽ അയക്കാനുള്ള ഏർപ്പാടും ചെയ്യണം. യെസ് നന്ദൻ. ഇതും പറഞ്ഞ് കമ്മീഷണറുടെ കോൾ നന്ദൻ കട്ട് ചെയ്തു. ഗൗരി, ഇവിടെ നിന്നും മൂന്നാർ എത്ര ദൂരമുണ്ട്? ഏത് റൂട്ടാണ് എളുപ്പം? നന്ദൻ ഗൗരിയോട് ഇതും ചോദിച്ച് സ്കോർപിയോ മുന്നോട്ടെടുത്തു. മൂന്നാറിന് ഇവിടെ നിന്നും നേരെ കോട്ടയം, അവിടെ നിന്നും പാല, തൊടുപുഴ, വണ്ണപ്പുറം, വെൺമണി, അടിമാലി വഴി മൂന്നാർ. ഏകദേശം ഒരു 6.5-7 മണിക്കൂർ ട്രാവൽ കാണും. ഗൗരി പറഞ്ഞതും നന്ദൻ തന്റെ സ്കോർപിയോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പതിയെ വാഹനത്തിന്റെ വേഗത കൂട്ടി. അപ്പോഴേക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ലാൻഡ് ലൈൻ നമ്പറുകളും SI-മാരുടെ നമ്പറും നന്ദന്റെ ഫോണിലേക്ക് വന്നു. ഗൗരി, ഇതിൽ മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും പോലീസ് സ്റ്റേഷനിലെ നമ്പറുണ്ട്. അവിടേക്ക് വിളിച്ച് മൂന്നാറിലും അതിനടുത്തുള്ള എല്ലാ റിസോർട്ട്, ഹോട്ടൽ, ഹോം സ്റ്റേ അങ്ങനെ എല്ലായിടത്തും മധുറാമിനെ പറ്റി അന്വേഷിക്കാൻ പറയണം. അവർക്ക് എവിടെ നിന്ന് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അടുത്ത സെക്കൻഡിൽ നമ്മളെ അറിയിക്കാനും പറയണം. നന്ദൻ ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു. അത് കേട്ട് ഗൗരി തന്റെ കൂടെയുള്ളവർക്കും നമ്പറുകൾ കൈമാറിയ ശേഷം എല്ലാവരും ആ നമ്പറുകളിലേക്ക് വിളിക്കാൻ തുടങ്ങി. സർ, മൂന്നാർ സ്റ്റേഷനിലെ ലൈൻ മാത്രം കിട്ടുന്നില്ല. വിളിച്ചിട്ട് ലൈൻ കിട്ടാത്തതുകൊണ്ട് ജോബിൻ പറഞ്ഞു. അവിടുത്തെ SI-യുടെ നമ്പറില്ലേ, അതിൽ വിളിക്ക്. പെട്ടെന്ന് തന്നെ ഗൗരി പറഞ്ഞു. മാഡം, SI-ക്കും കോൾ കണക്റ്റ് ആകുന്നില്ല. വാട്ട്? യെസ് മാഡം, ഞാനിപ്പോൾ കുറേ തവണ 2 നമ്പറിലേക്ക് മാറി മാറി വിളിച്ചു. ഓ, ആ സ്റ്റേഷനിലെ വേറെ ആരുടെയെങ്കിലും നമ്പർ കിട്ടുമോന്ന് നോക്ക്. നന്ദൻ പറഞ്ഞതും ജോബിൻ അടുത്ത സ്റ്റേഷനിലെ നമ്പറിലേക്ക് വിളിച്ചു. സർ, മൂന്നാർ സ്റ്റേഷനിലെ 3-4 നമ്പർ കൂടി കിട്ടി. പക്ഷേ അതെല്ലാം പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത്. അല്പസമയം കഴിഞ്ഞതും ജോബിൻ അവരോട് പറഞ്ഞു. അപ്പോൾ മധുറാം അവിടെ മൂന്നാറിൽ തന്നെയുണ്ട്, കൂടെ ആ കൊലയാളിയും. അവന്റെ കളിയായിരിക്കും ഇതൊക്കെ, നന്ദൻ ആലോചനയോടെ പറഞ്ഞു. പക്ഷേ എങ്ങനെ? സിമ്പിൾ, സിഗ്നൽ ജാമർ. പിന്നെ ലാൻഡ് ലൈനിന്റെ കേബിൾ കട്ട് ചെയ്ത് വിട്ടാൽ പോരെ. മൂന്നാർ പോലെ ഒരു ഏരിയ ആയതുകൊണ്ട് ആരും സംശയിക്കുമില്ല, ഗൗരി പറഞ്ഞു. ജോബിൻ, ഗൂഗിളിൽ മൂന്നാറിലുള്ള സകല ഹോട്ടൽസിന്റെയും റിസോർട്ടിന്റെയും ഹോം സ്റ്റേയുടെയും അവൈലബിൾ നമ്പർ എടുത്ത് അവിടെ മധുറാം എന്ന പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. നന്ദൻ പറഞ്ഞതും ബാക്കിയുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതേസമയം മൂന്നാറിലെ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു പോസ്റ്റിൽ നിന്നും ലാൻഡ് ഫോണിന്റെ കേബിളും കട്ട് ചെയ്ത് അവിടെയുണ്ടായിരുന്ന മതിലിൽ സിഗ്നൽ ജാമർ ഓൺ ചെയ്തു വെച്ച ശേഷം ആ മാസ്ക്ധാരി തന്റെ ജീപ്പിൽ കയറി ജീപ്പ് മുന്നോട്ട് ഓടിച്ചുപോയി. മൂന്നാർ ടൗണിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അല്പം ഉള്ളിലോട്ടുള്ള വഴിയെ ആ താർ ജീപ്പ് കുതിച്ചു പാഞ്ഞു. മലയടിവാരത്തോട് ചേർന്നുള്ള റിസോർട്ടിലേക്ക് തിരിയുന്ന വഴിയോട് ചേർത്ത് ഇരുട്ടിലേക്ക് ആ താർ ജീപ്പ് കൊണ്ടുചെന്നു നിന്നു. ശേഷം ജീപ്പിലുണ്ടായിരുന്ന അടുത്ത സിഗ്നൽ ജാമർ എടുത്ത് ഓൺ ചെയ്ത് വെച്ച ശേഷം ജീപ്പിനുള്ളിൽ കറുത്ത മാസ്ക് വെച്ചവൻ അവന്റെ വാച്ചിലെ സമയവും നോക്കിയിരുന്നു. അതേസമയം റിസോർട്ടിനുള്ളിലെ 15-ാം നമ്പർ കോട്ടേജിലെ കുളിമുറിയിൽ നിന്നും മധുറാം ഒരു തോർത്തു മാത്രം എടുത്ത് ഇറങ്ങി വന്നു. അവിടെയപ്പോൾ അവനെ കാത്തുന്ന പോലെ കട്ടിലിൽ ഫോണും നോക്കി നൈറ്റ് ഡ്രസ്സിൽ അതീവ സുന്ദരിയായ ഒരു 24-കാരിയുണ്ടായിരുന്നു. മധുറാമിനെ കണ്ടതും അവൾ ഫോൺ മാറ്റിവെച്ച് അവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. ആ ചിരി കണ്ടവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നിരുന്നു. അവളെ തന്റെ അഭിമുഖമായി നിർത്തി. ശേഷം ഒരു കൈകൊണ്ട് അവളുടെ മുടിയിഴയിലൂടെ അവന്റെ കൈ ഓടിച്ചുകൊണ്ട് അവളുടെ ഇളം ചുണ്ടുകൾ അവൻ സ്വന്തമാക്കി. പിന്നെ അവളുമായി അവൻ കട്ടിലേക്ക് മറിഞ്ഞു വീണു. അവളിലേക്ക് അവൻ പടർന്നു കയറി. കുറച്ചു സമയം കഴിഞ്ഞതും മധുറാം അവളിൽ നിന്നും ഒരു കിതപ്പോടെ അടർന്നു മാറിക്കിടന്നു. അതുകണ്ട് കട്ടിലിൽ കിടന്ന പുതപ്പെടുത്ത് തന്റെ ദഗ്ധമായ ദേഹം മറച്ച് അവളും അവന്റെ നെഞ്ചിലേക്ക് തലചേർത്ത് കിടന്നു. അല്പനേരം കഴിഞ്ഞതും അവൻ വീണ്ടും അവളുടെ മുടിയിൽ കൂടി തന്റെ വിരലുകൾ ഒടിച്ചു. അതിന്റെ ബലമെന്നോണം അവളൊന്ന് ചുണുങ്ങിയതും ഒരു തവണ കൂടി അവൻ അവളിലേക്ക് കയറി.
ആവേശം കെട്ടടങ്ങിയ ശേഷം അവളെയും ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഈ സമയം മൂന്നാറിനടുത്തുള്ള പല റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും നന്ദന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ചെക്ക് ചെയ്യുമായിരുന്നു. ആ സമയം തന്നെ ഗൂഗിളിൽ നിന്നും കിട്ടിയ നമ്പർ വെച്ച് നന്ദന്റെ ഗ്യാങ്ങും ഓരോ സ്ഥലത്തേക്കും വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ എങ്ങു നിന്നും ഒരു വിവരവും അവർക്ക് കിട്ടിയിരുന്നില്ല. അന്ന് രാത്രി 1:30 AM. വാച്ചിലേക്ക് നോക്കിയിരുന്ന മാസ്ക്ധാരി പതിയെ തന്റെ ജീപ്പിൽ നിന്നും ഇറങ്ങി. സിഗ്നൽ ജാമർ ഓഫ് ചെയ്ത് തന്റെ ഫോണിൽ നിന്നും റിസോർട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്തു നിന്നും ഉറക്കച്ചടവോടെ സംസാരം കേട്ടതും അവൻ കോള് കട്ട് ചെയ്ത് വീണ്ടും സിഗ്നൽ ജാമർ ഓൺ ചെയ്തു. ചുറ്റുമന്ന് നോക്കിയപ്പോൾ എല്ലായിടവും വിജനമായെന്ന് മനസ്സിലായതും അവൻ ആ ഇരുട്ടിലൂടെ മുന്നോട്ട് നടന്നു. റിസോർട്ടിന് പുറകുവശത്തെ ഗേറ്റ് വഴി അവൻ അകത്തേക്ക് കയറി. ചുറ്റും നോക്കിയപ്പോൾ ഓരോ കോട്ടേജിന്റെയും മുന്നിലെ ലൈറ്റും ചില വഴിവിളക്കുമല്ലാതെ വേറൊരു കോട്ടേജിനകത്തും ലൈറ്റ് ഓൺ അല്ലാന്ന് അവൻ ശ്രദ്ധിച്ചു. അത് കണ്ട് അവൻ 15-ാം നമ്പർ കോട്ടേജിലേക്ക് ചെന്നു. കോളിംഗ് ബെല്ലിൽ കൈവച്ചമർത്തി. കുറച്ചു സമയം നിർത്തി ബെല്ലടിച്ചതും കോട്ടേജിനകത്തെ ലൈറ്റ് ഓണായി. ആരാടാ ഈ സമയത്ത്? ഉറക്കച്ചടവോടെ മധുറാം വന്ന് വാതിൽ തുറന്നതും അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്പി വെച്ച് മധുറാമിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. അയാൾ നിലവിളിക്കും മുമ്പ് തന്നെ മാസ്ക്ധാരി മധുറാമിന്റെ വാപൂത്തി പിടിച്ചുകൊണ്ട് കോട്ടേജിനകത്തേക്ക് കയറി. മധുറാമിന്റെ ബോധം പോയതും അവനെ തള്ളി താഴെയിട്ട് കൊലയാളി കോട്ടേജിനുള്ളിലെ വാതിൽ ലോക്ക് ചെയ്തു. മുറിക്കുള്ളിലേക്ക് കയറി വരുന്ന ആളെ കണ്ട് കട്ടിലിൽ ഉറങ്ങിക്കിടന്നവൾ എണീറ്റ് ബഹളം വെക്കാൻ തുടങ്ങിയതും കൊലയാളി തന്റെ വായുടെ മുന്നിലേക്ക് ചൂണ്ടുവിരൽ വെച്ച് മിണ്ടരുതെന്ന് അവളോട് പറഞ്ഞു. അതുകണ്ട് അവൾ മിണ്ടാതെ തന്റെ ദേഹത്തുണ്ടായിരുന്ന പുതപ്പ് ഒന്നൂടെ ദേഹത്തേക്ക് വലിച്ചിട്ടു. പേടിയോടെ അകത്തേക്ക് കയറി വന്ന ആളെയും തലയിൽ അടിയേറ്റ് കിടക്കുന്ന മധുറാമിനെയും നോക്കി. പ്ലീസ്, എന്നെയൊന്നും ചെയ്യരുത്, പ്ലീസ്, അവൾ തൊഴുകൈയോടെ കൊലയാളിയോട് പറഞ്ഞു. അതുകണ്ടവൻ അവളുടെ അടുത്തായി ചെന്നിരുന്നു. അവളുടെ മുഖത്തൂടെ തന്റെ കൈ ഓടിച്ചതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. നിന്റെ ഭർത്താവിന് സുഖം തന്നെയല്ലേ? അവൻ ചോദിച്ചതും അവൾ ഞെട്ടലോടെ കൊലയാളിയെ നോക്കി. ഒരുത്തൻ കെട്ടിയ താലിയും കഴുത്തിലിട്ട് മറ്റൊരുത്തന്റെ കൂടെ കിടക്കാൻ നിനക്കൊരു ലജ്ജയില്ലേ? ആ, അതുപോട്ടെ, നീ എന്റെ വിഷയമേ അല്ല. പിന്നെ ഈ താലി നിനക്കൊരു ഭാരമാണെങ്കിൽ നാളെ കൂടി സഹിച്ചാൽ മതി. അത് കഴിഞ്ഞ് നിന്റെ കഴുത്തിൽ ഈ താലി കാണില്ല. സോ അതുവരെ നീ ഉറങ്ങൂ നല്ലതുപോലെ. ഇതും പറഞ്ഞ് അവൾ എന്തെങ്കിലും പറയും മുമ്പ് തന്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോറോഫോം മുക്കിയ തുണി അവളെ മണപ്പിച്ച് അവളുടെ ബോധം കെടുത്തി. ശേഷം മധുറാമിന്റെ അടുത്തേക്ക് ചെന്ന് അവനെയും വലിച്ചുകൊണ്ട് അവിടുത്തെ ബാത്റൂമിലേക്ക് കയറ്റി യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിലേക്കിരുത്തി. ശേഷം തന്റെ ബാഗിൽ നിന്നും സെല്ലോ ടേപ്പ് എടുത്ത് അവനെ വരിഞ്ഞു ചുറ്റി അതിന്റെ അറ്റങ്ങൾ പലയിടത്തുമായി ഒട്ടിച്ചു വെച്ചു. ശേഷം അവന്റെ കയ്യിലേക്ക് എന്തോ ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്ത ശേഷം ബാത്റൂമിന്റെ ഡോർ അകത്തു നിന്നും അടച്ചു കുറ്റിയിട്ടു. അത് കഴിഞ്ഞ് അവിടെയുണ്ടായിരുന്ന ഒരു കപ്പിൽ വെള്ളമെടുത്ത് മധുറാമിന്റെ മുഖത്തേക്ക് തളിച്ചതും മധുറാമിന് പതിയെ ബോധം വീണു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും നീ ആരാ? എന്താ നിനക്ക് വേണ്ടത്? അവശതയോടെ മധുറാം ചോദിച്ചു. നിന്റെ ജീവൻ. കൊലയാളി ഇതും പറഞ്ഞ് തന്റെ ബാഗിൽ നിന്നും കൂർത്തൊരു കത്തി പുറത്തേക്കെടുത്തു. കയ്യിൽ വെച്ച ശേഷം അവനെ നോക്കി. ഡാ, ആരാ നീ? നീ ആരോടാ ഈ കളിക്കുന്നതെന്നറിയോ? നിന്നെ വെറുതെ വിടില്ല ഞാൻ. അറിയാം CI മധുറാം. നീ ആരാണ്, നീ എന്താണെന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് ഞാനിപ്പോ നിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പറഞ്ഞ് കൊലയാളി മധുറാമിന്റെ വാ ഒരു കൈകൊണ്ട് മൂടി അടുത്ത കയ്യിലിരുന്ന കത്തി മധുറാമിന്റെ തുടയിലേക്ക് കുത്തിയിറക്കി. മധുറാം വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും അയാളുടെ വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നതേയില്ല. അതുകണ്ട് ആ കൊലയാളി മധുറാമിന്റെ നെറ്റിയിലായി ഒരു ഉമ്മ കൊടുത്തു. ശേഷം തുടയിൽ കുത്തിയിരുന്ന കത്തി വലിച്ചൂരി 4-5 തവണ 2 തുടയിലും മാറി മാറി കുത്തി. തുടകളിൽ നിന്നും ടാപ്പ് തുറന്നിട്ട പോലെ ചുവന്ന രക്തം പുറത്തേക്കൊഴുകി. ഒരു നിമിഷം കൊലയാളി മധുറാമിന്റെ വായിൽ നിന്നും കൈയെടുത്തതും അയാൾ അലറി. അപ്പോഴേക്കും ഒരു സെല്ലോ ടേപ്പ് എടുത്ത് അവന്റെ വാ മൂടിക്കെട്ടിവെച്ചു. മറ്റുള്ളവർക്ക് ഞാൻ കരയാനുള്ള അവസരം കൊടുത്തിരുന്നു, പക്ഷേ നിനക്ക് അവസരമില്ല. കാരണം നീയാണല്ലോ ഈ കഥയിലെ ഒരു വില്ലൻ. കൊലയാളി ഇതും പറഞ്ഞ് തന്റെ ബാഗിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് മധുറാമിനെ കാണിച്ചു. ഇവളെ അറിയോ? ആ ഫോട്ടോ കണ്ടതും മധുറാം പേടിയോടെ അയാളെ നോക്കി. എന്റെ ചേച്ചിയാ കാളന്തി. ഇപ്പോൾ നിനക്ക് എന്നെയും മനസ്സിലായി കാണുമല്ലോ. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഋഷഭ്, നീയൊക്കെ കൂടി ഇല്ലാതാക്കിയ ഒരു കുടുംബത്തിലെ അവസാന കണ്ണി. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക.
നിന്നോടൊക്കെ എന്ത് തെറ്റാ എന്റെ ചേച്ചി ചെയ്തത്? ഒരു പാവം പിടിച്ച പെണ്ണിനെ നിന്റെയൊക്കെ കാമക്കൂത്തിൽ നിന്നും രക്ഷിച്ചതോ? അതോ താനും ആ ജ്വല്ലറി ഉടമയുടെ ഭാര്യയും കൂടെ പാർക്കിംഗ് ഏരിയയിലെ കാറിൽ വെച്ച് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അവൾ ഒരു നിമിഷമെങ്കിലും കണ്ടല്ലോ എന്നുള്ളതുകൊണ്ടോ? അതോ ആ കാര്യങ്ങളെല്ലാം അവളുടെ കെട്ടിയവനോട് പറയും എന്നുള്ള പേടി കൊണ്ടോ? അതോ അതിന്റെ പക തീർക്കാൻ നാലാൾ മുന്നേ വെച്ച് അവളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നിങ്ങളുടെ വാ അടപ്പിച്ചതോ? അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ നാണം കെട്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചു മേടിച്ചതല്ലേ? അന്ന് ആ ചേച്ചിയെ നിങ്ങളുടെ അടുത്തു നിന്നും രക്ഷിച്ച ശേഷം നിങ്ങളുടെ പുറകെ അതേക്കുറിച്ചൊന്നും പറഞ്ഞ് എന്റെ ചേച്ചി വന്നില്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു അന്നൊരു കാരണവുമില്ലാതെ എന്റെ ചേച്ചിയെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? അതും അത്രയും ആളുകളുടെ മുന്നിൽ കൂടി, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ. എന്റെ ചേച്ചി എന്ത് പാവമായിരുന്നെന്നറിയുമോ? ആ ചേച്ചിയാണ് നിങ്ങളെല്ലാരും കൂടെ ആ സ്റ്റേഷനിലിട്ട് ഉപദ്രവിച്ചത്. കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ചത്. ഇതും പറഞ്ഞ് ഋഷഭ് അവനെ നോക്കിയതും മധുറാം അവനെ ഭയത്തോടെ തന്നെ നോക്കിയിരുന്നു. സർ, മൂന്നാറിലും അതിനടുത്തും വിളിച്ചന്വേഷിച്ച ഒരു സ്ഥലത്തും മധുറാം എന്ന പേരിൽ ആരും റൂം ബുക്ക് ചെയ്തിട്ടില്ല. മൂന്നാറിലേക്കുള്ള യാത്രയിൽ ജോബിൻ നന്ദനോട് പറഞ്ഞു. ഒരുപക്ഷെ മറ്റേതെങ്കിലും പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ? ജോബിൻ പറഞ്ഞത് കേട്ട് ഗൗരി ചോദിച്ചു. നോ മാഡം, എല്ലായിടത്തും റൂം ബുക്ക് ചെയ്യുമ്പോൾ ID കാർഡ് മേടിക്കും. അതിൽ പേര് മാറ്റം കാണില്ലല്ലോ. ജോബിൻ പറഞ്ഞതും കൂടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് റൂം ബുക്ക് ചെയ്താലും പോരെ? പോസിബിൾ. പക്ഷേ ഇന്നങ്ങനെ ഒരു ബുക്കിങ്ങും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പിന്നെ ഒരു റിസോർട്ടിലേക്ക് മാത്രം കോള് കണക്റ്റ് ആകുന്നില്ല, ജോബിൻ വീണ്ടും പറഞ്ഞു. അത് മൂന്നാറിൽ എവിടെയാണ്? നന്ദൻ ചോദിച്ചു. അത് മൂന്നാറിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ്. ഓ, മറ്റൊരിടത്തും മധുറാം എന്ന പേരിൽ റൂമും ബുക്ക് ചെയ്തിട്ടില്ല. ആ ഒരു റിസോർട്ടിലേക്ക് മാത്രം കോളും കണക്റ്റ് ആകുന്നില്ല. മൂന്നാറിലെ പോലീസ് സ്റ്റേഷനിലെ നമ്പറും കണക്റ്റ് ആകുന്നില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അവർ ആ റിസോർട്ടിൽ തന്നെ കാണും. ജോബിൻ, റിസോർട്ടിന്റെ ലൊക്കേഷൻ എടുക്ക് വേഗം. അനീഷ്, ബാക്കി സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടെ എന്തായിന്ന് ചോദിക്ക്. ജോബിൻ പറഞ്ഞത് കേട്ട് നന്ദൻ ആലോചനയോടെ അവരോട് പറഞ്ഞു. അപ്പോഴും സ്കോർപിയോയുടെ വേഗത 100 km/h മുകളിലായിരുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം മൂന്നാർ 2 കിലോമീറ്റർ എന്ന ട്രാഫിക് ബോർഡും കഴിഞ്ഞ് നന്ദന്റെ കാർ മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരുന്നു, ഒരു പടക്കുതിരയെ പോലെ. ഋഷഭ് മധുറാമിന്റെ മുന്നിലേക്ക് ബാത്റൂമിലുണ്ടായിരുന്ന ഒരു ബക്കറ്റ് കമത്തി വെച്ച് അതിനു മുകളിലായി കയറിയിരുന്നു. എന്റെ ചേച്ചിക്ക് ഒരാളെ ഇഷ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊട്ടിട്ട പ്രണയമായിരുന്നു അത്. വർഷങ്ങളോളം അവർ പരസ്പരം സ്നേഹിച്ചു. രണ്ടുപേരുടെയും കാര്യം ആ ചേട്ടന്റെ വീട്ടിൽ അറിഞ്ഞപ്പോൾ അവർ കുറച്ച് പ്രശ്നമുണ്ടാക്കി. ഈ ജാതിയുടെ കാര്യമൊക്കെ പറഞ്ഞ്. പിന്നെ അവസാനം ചേട്ടൻ എന്തൊക്കെയോ അവരോട് പറഞ്ഞാണ് ഈ കല്യാണത്തിന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അവർ പെണ്ണ് കാണാനായി വരാനിരുന്ന ദിവസത്തിന്റെ തലേന്നാണ് നിങ്ങളെന്റെ ചേച്ചിയെ അറസ്റ്റ് ചെയ്തത്. അതും അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച്. കുറെ അവന്മാർ അതൊക്കെ എടുത്ത് FB-യിലും മറ്റുമിട്ടു, ആളാകാൻ വേണ്ടി. പക്ഷേ ഒന്നുണ്ടട്ടോ, ഇനിയൊരു ഫോണും അവർ നേരെ ചൊവ്വേ പിടിക്കില്ല. അതിനുള്ള പണിയും ഞാൻ അവന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ, അതൊക്കെ മറ്റൊരു കഥ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, കള്ളക്കേസ്. എന്റെ ചേച്ചിയും കൊണ്ട് അന്ന് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നു. എന്നിട്ട് ഉപദ്രവിക്കുകയല്ലാതെ കുറെ അവൾമാരുടെ കൂടെ നിർത്തി ഫോട്ടോയും എടുപ്പിച്ച് ഒരേ സെല്ലിൽ കിടത്തി. അന്ന് നീ എന്റെ ചേച്ചിയോട് പറഞ്ഞ വാക്കുകൾ, അത് ശരിക്കും പറയേണ്ടത് നിന്നോടും പിന്നെ ആ കട്ടിലിൽ കിടന്നവളോടും പിന്നെ അന്ന് നിന്റെ കൂടെയുണ്ടായിരുന്ന ആ പുന്നാര മോളോടും അല്ലേ? ഇത്രയും പറഞ്ഞ് ഋഷഭ് ഇരുന്നിടത്തു നിന്നും എണീറ്റ് കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് മധുരാമിന്റെ മുഖത്തൂടെ ആഞ്ഞു വീശിയതും റബ്ബർ മരം വെട്ടുമ്പോൾ പാലൊഴുകുന്ന പോലെ മധുരാമിന്റെ മുഖത്തൂടെ രക്തമൊഴുകി വന്നു. അത് കണ്ട് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്ന ശേഷം ഋഷഭ് വീണ്ടും വന്ന് ബക്കറ്റിന്റെ മേലെ ഇരുന്നു. അന്ന് സ്റ്റേഷനിൽ വന്ന ചേട്ടന്റെ വീട്ടുകാരിൽ ആരോ ഒരാൾ ചേച്ചി സെല്ലിൽ കിടക്കുന്നത് കണ്ടു, കൂട്ടത്തിൽ മറ്റു പെണ്ണുങ്ങളെയും. അതുപോലെ ഒരു കല്യാണം മുടങ്ങാൻ. അങ്ങനെ ആ കല്യാണം മുടങ്ങി. ചേട്ടൻ എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ചേട്ടന്റെ വീട്ടുകാർ അതൊന്നും ചെവിക്കൊണ്ടില്ല. കൂട്ടത്തിൽ ചേച്ചി കെട്ടിയാൽ അവരുടെ മുന്നിൽ വെച്ച് ചേട്ടന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് കൂടെ പറഞ്ഞപ്പോൾ തകർന്നു പോയി. പാവം.
അവർ എന്തൊക്കെയോ ശാപവാക്കുകളും അനാവശ്യ വാക്കുകളും ചേച്ചിയോട് പറഞ്ഞു. അന്നതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. സ്റ്റേഷനിലെ പീഡനവും എല്ലാവരുടെയും മുന്നിലൂടെ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു പോരേണ്ടി വന്ന അവസ്ഥയും അതോടൊപ്പം സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ട വേദനയും അത് എത്രത്തോളം ദുഃഖം തരുമെന്ന് നിങ്ങൾക്കറിയുമോ? പക്ഷെ അതൊന്നും താങ്ങാനുള്ള മനക്കരുത്ത് എന്റെ പാവം ചേച്ചിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാകും ഒരു മുഴം കയറിൽ എന്റെ ചേച്ചി എല്ലാ ദുഃഖവും ഇറക്കി വെച്ചത്. ആറ്റുനോറ്റു വളർത്തിയ മകൾ ഒരു കയറിൽ കിടന്നാടുന്നത് കണ്ട് ഈ മകനെ പോലും ഓർക്കാതെ അമ്മയും സ്വന്തം ജീവനങ്ങ് അവസാനിപ്പിച്ചു. അതും ഒന്നല്ല, 2 ജീവൻ. അമ്മ നോക്കുന്ന പോലെ ആരും അച്ഛനെ നോക്കില്ല എന്ന് തോന്നിക്കാണും. അല്ലേൽ അച്ഛൻ ആർക്കും ഒരു ഭാരമാകേണ്ടെന്ന് കരുതിയായിരിക്കും അച്ഛനെയും അമ്മ കൂടെ കൂട്ടിയത്. ഒറ്റ ദിവസം കൊണ്ട് അനാഥനായ ഒരു പയ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അവനെ ആ അവസ്ഥയിലാക്കിയവരോട് ദേഷ്യം തോന്നിയില്ലേ? അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ നോക്കില്ലേ? ഞാനും നോക്കിയിരുന്നു ആദ്യം. പക്ഷേ അന്നത് നടന്നില്ല. പകരം നിങ്ങളെല്ലാം കൂടെ എന്നെ ഒരു ഭ്രാന്തനാക്കി ഹോസ്പിറ്റലിൽ അടച്ചു. ഷോക്ക് തന്നു. എന്നെ ഒരു ഭ്രാന്തനാക്കി. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭ്രാന്തില്ലാട്ടോ. നിങ്ങളുടെ ഒരു നിമിഷത്തെ സുഖം ബാക്കിയുള്ളവർക്ക് തീരാ ദുഃഖമാണ് നൽകുന്നതെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും. പിന്നെ കാശും പിടിപാടുമുള്ളവന് എന്തു തോന്നിവാസവും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മേലെ കാണിക്കാലോ, അല്ലേ? ഋഷഭിതം പറഞ്ഞ് തന്റെ ബാഗിൽ നിന്നും മൂർച്ചയുള്ള ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്തു. ഭ്രാന്താശുപത്രിയിൽ നിന്നും ഞാനൊരുത്തനെ പരിചയപ്പെട്ടു. അവനോട് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവൻ പറയുക, ഇങ്ങനെ ചെയ്യുന്നവർക്കൊന്നും ഹൃദയം എന്ന് പറയുന്ന സാധനമില്ലാന്ന്. നിനക്കുണ്ടോ ഈ ഹൃദയം? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ഋഷഭിതം പറഞ്ഞ് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മധുറാമിന്റെ മുന്നിലേക്ക് വന്നതും അയാൾ തലയിട്ട് വെട്ടിച്ചു. തന്റെ കൈയും കാലും അഴിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ദേ, ഇവിടെയാണ് ഹൃദയം. ബ്ലേഡ് കൊണ്ട് മധുറാമിന്റെ ഹൃദയഭാഗത്ത് തൊട്ടുകൊണ്ട് പറഞ്ഞു. അതേസമയം നന്ദന്റെ സ്കോർപിയോയിൽ, സർ, ആ റിസോർട്ടിൽ ഒഴിച്ച് ബാക്കിയൊരിടത്തും മധുറാമില്ലാന്ന് സ്റ്റേഷനിൽ നിന്നും അറിഞ്ഞു. അനീഷും മറ്റുള്ളവരും പല സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ച് നന്ദനോടും ഗൗരിയോടുമായും പറഞ്ഞു. സർ, മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് കോള് കണക്റ്റ് ആയിരുന്നു. അവരും പലയിടത്തായി അന്വേഷിച്ച് ഒരിടത്തു നിന്നും ഒരു ഇൻഫർമേഷനും കിട്ടാതെ അവസാനത്തെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സുധീഷ് നന്ദനോട് പറഞ്ഞതും, സർ, റിസോർട്ടിന്റെ ലൊക്കേഷൻ കിട്ടി. അടുത്ത ജംഗ്ഷനിൽ നിന്നും റൈറ്റ്. ജോബിൻ പറഞ്ഞതും നന്ദന്റെ സ്കോർപിയോ റൈറ്റിലേക്ക് വെട്ടിച്ചു. അപ്പോഴേക്കും ഓപ്പോസിറ്റ് വഴിയിൽ നിന്നും മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ വാഹനവും എത്തിയിരുന്നു. നന്ദന്റെ സ്കോർപിയോയുടെ പുറകെ മൂന്നാർ സ്റ്റേഷനിലെ വാഹനവും റിസോർട്ടിലേക്ക് കുതിച്ചു. നോക്കട്ടെ, നിനക്ക് ഹൃദയമുണ്ടോന്ന്? മധുറാമിന്റെ ഹൃദയഭാഗത്തായി സർജിക്കൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞതും മധുറാം വേദന കൊണ്ട് പുളഞ്ഞു. വായിൽ സെല്ലോട്ടെ പൊട്ടിച്ചതുകൊണ്ട് തന്നെ അവന് ശബ്ദം വെക്കാൻ കഴിഞ്ഞില്ല. ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് അവിടെ വലിയൊരു മുറിവുണ്ടാക്കി. ശേഷം ശരീരത്തിന്റെ ഭാഗങ്ങൾ അവൻ കൈകൊണ്ട് 2 വശത്തേക്ക് വലിച്ചു മാറ്റി. ശരീരത്തിനുള്ളിൽ ബ്ലേഡിനും പല ചെറിയ ഞരമ്പുകൾക്കുമിടയിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം കണ്ടതും ഋഷഭിന്റെ മുഖത്ത് നിരാശ പടർന്നു. അപ്പോഴേക്കും മധുറാമിന്റെ ഹൃദയഭാഗത്തു നിന്നും ബ്ലഡ് ഒഴുകാൻ തുടങ്ങി. അവൻ പറഞ്ഞത് വീണ്ടും തെറ്റിയല്ലോ. നിനക്ക് മറ്റു 3 പേരെയും പോലെ ഹൃദയമുണ്ട്. ഇനി എന്തു ചെയ്യും? ആ, ഇനി എനിക്ക് നിന്റെ കണ്ണുകൂടെ വേണം. ഇതും പറഞ്ഞുകൊണ്ട് ഋഷഭ് ബ്ലേഡ് കൊണ്ട് മധുറാമിന്റെ കണ്ണിലേക്ക് കൊണ്ടുചെന്നതും മധുറാം കണ്ണടച്ചു പിടിച്ചു. കണ്ണു തുറക്കും മധു, എന്നാലല്ലേ ആ കണ്ണ് എനിക്കെടുക്കാൻ പറ്റൂ. ദേ ഇത് കണ്ടോ. ഇതും പറഞ്ഞുകൊണ്ട് ഋഷഭ് തന്റെ ബാഗിൽ നിന്നും ഒരു ടിന്നെടുത്ത് മധുറാമിനെ കാണിച്ചു. അത് കണ്ടതും മധുറാമിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അന്ന് നിന്റെ കൂടെ നിന്നവരുടെ കണ്ണുകളാ. അവർക്കൊരു കൂട്ടായി നിന്റെ കണ്ണുകൾ കൂടെ വേണം. നിന്റെ മാത്രമല്ല, നിന്റെ ആ മറ്റവളില്ലേ അന്ന് ചേച്ചി നിങ്ങളുടെ കൂടെ കണ്ട, ആ അവളുടെയും, പിന്നെ നിന്റെ കൂട്ടുകാരൻ ആ മാനേജറുടെയും കണ്ണുകൾ കൂടെ ഇതിൽ വെച്ചിട്ട് വേണം എന്റെ ചേച്ചിക്ക് കൊടുക്കാൻ. എന്നാലേ ചേച്ചി എന്നോട് ഇനി മിണ്ടൂന്നാ പറഞ്ഞത്. ചേച്ചി എന്നോട് മിണ്ടാതിരുന്നാൽ എനിക്ക് സഹിക്കില്ല. പിന്നെ ഒരുത്തൻ എന്നെ പിടിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് കറങ്ങുന്നുണ്ട്. അവനെന്നെ തേടി വരുന്നതിന് മുമ്പ് എല്ലാവരുടെയും കണ്ണുകളെടുത്ത് അതെന്റെ ചേച്ചിക്ക് കൊടുക്കണം. അതുകൊണ്ട് വേഗം നിന്റെ കണ്ണുതാ. ഇതും പറഞ്ഞ് അടുത്ത നിമിഷം തന്നെ ഋഷഭിന്റെ കയ്യിലിരുന്ന ബ്ലേഡ് മധുറാമിന്റെ കണ്ണുകളിൽ കുത്തിയിറക്കിയിരുന്നു. പിന്നെ പതിയെ മധുറാമിന്റെ 2 കൃഷ്ണമണികളും അവൻ തുരന്നെടുത്തു. എല്ലാവരുടെയും കൃഷ്ണമണികൾ ഇട്ടുവെച്ചേക്കുന്ന ടിന്നിലേക്കിട്ടു.
അത് കഴിഞ്ഞ് മധുറാമിന്റെ ഹൃദയം കൂടെ അവന്റെ ശരീരത്തിൽ നിന്നും തുരന്നെടുത്തു മറ്റൊരു ടിന്നിലേക്കും ഇട്ടു. അപ്പോഴേക്കും മധുറാമിന്റെ ജീവൻ അവനിൽ നിന്നും പതിയെ വിട്ടകന്നിരുന്നു. അത് കണ്ട് അവന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പതിയെ പതിയെ അതൊരു പൊട്ടിച്ചിരിയായി മാറി. ചിരിയൊന്നടങ്ങിയ ശേഷം അവൻ താൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിലേക്ക് വെച്ചു. ശേഷം ചോര പറ്റിയ ഭാഗങ്ങളെല്ലാം അവൻ വെള്ളം കൊണ്ട് തുടച്ചു കളഞ്ഞു. പിന്നെ മധുറാമിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കൈ പിടിച്ച് ബ്ലഡിൽ കൈമുക്കി ബാത്റൂമിന്റെ ഭിത്തിയിലായി ക്രൈം എസ് എന്ന് എമ്മിന് അല്പം കട്ടി കൂട്ടി എഴുതി. ശേഷം ബാഗെടുത്ത് പുറത്തേക്ക് നടന്നു. ഋഷഭ് കയറിയതുപോലെ തന്നെ റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. തന്റെ ജീപ്പിൽ കയറി. ജീപ്പ് തിരിച്ച് റോഡിലേക്ക് ഇറങ്ങിയതും നന്ദന്റെ സ്കോർപിയോ വന്ന് ആ ജീപ്പിന് വിലങ്ങായി വട്ടം വെച്ചു നിന്നു. താർ ജീപ്പും അതിനുള്ളിലിരിക്കുന്ന മാസ്ക്ധാരിയെ കണ്ടതും ഗൗരി പെട്ടെന്ന് തന്റെ തോക്കുമെടുത്ത് സ്കോർപിയോയിൽ നിന്നും വെളിയിലേക്കിറങ്ങി ജീപ്പിന് നേരെ തോക്ക് ചൂണ്ടി. അത് കാണെ ഋഷഭിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഋഷഭ്, ഡോണ്ട് മൂവ്, കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഗൗരി പറഞ്ഞതും സ്കോർപിയോയിൽ നിന്നും അനീഷും സുധീഷും കൂടെ തോക്കുമായി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും മൂന്നാർ സ്റ്റേഷനിലെ പോലീസ് ജീപ്പും കൂടെ അവിടേക്ക് വന്നു. അതിൽ നിന്നും മറ്റു പോലീസുകാർ കൂടെ ഇറങ്ങി. അവരെ കണ്ടതും ഋഷഭ് പെട്ടെന്ന് തന്റെ ജീപ്പ് ഇടത്തോട്ട് വെട്ടിച്ച് ഇരുട്ടിനെ ഭേദിച്ച് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു. അത് കണ്ട് ഗൗരിയും അനീഷും സുധീഷും ഷൂട്ട് ചെയ്തെങ്കിലും ജീപ്പ് മുന്നോട്ട് തന്നെ പാഞ്ഞുപോയി. ഗൗരി വേഗം സ്കോർപിയോയിൽ കയറിയതും നന്ദൻ സ്കോർപിയോ ജീപ്പ് പോയ വഴിയെ തന്നെ അതിവേഗത്തിൽ പായിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നതുകൊണ്ട് തന്നെ സുധീഷിനും അനീഷിനും സ്കോർപിയോയിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് പുറകെ ഓടിച്ചെന്ന് പോലീസ് ജീപ്പിന്റെ ഡ്രൈവറെ ഇറക്കി പകരം സുധീഷ് ജീപ്പിൽ കയറി ജീപ്പ് മുന്നോട്ടെടുത്തു. ഒപ്പം റിസോർട്ടിലുള്ള മധുറാമിനെ കുറിച്ച് അന്വേഷിക്കാനും സ്റ്റേഷനിൽ നിന്നും കൂടുതൽ ഓഫീസേഴ്സിനെ ഇങ്ങോട്ട് വിളിക്കാൻ കൂടി അവരോട് പറയുകയും ചെയ്തു. ഋഷഭിന്റെ ജീപ്പ് ഇരുട്ടിനെ കീറിമുറിച്ച് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു. തൊട്ടുപുറകെ തന്നെ നന്ദനും. ഗൗരി അപ്പോഴേക്കും ഫോണെടുത്ത് കമ്മീഷണറെ വിളിച്ച് കൂടുതൽ ഫോഴ്സിനെ മൂന്നാറിലെ റിസോർട്ടിലേക്ക് അയക്കാൻ ഇൻഫർമേഷൻ കൊടുത്തു. സുധീഷ് ജീപ്പ് ഓടിച്ച് ഒരിടത്തെത്തിയതും വഴി അവിടെ നിന്നും രണ്ടായി പിരിയുന്നത് കണ്ട് ഒരു സംശയത്തോടെ സുധീഷ് വണ്ടി നേരെയുള്ള വഴി തന്നെ പായിച്ചു. പക്ഷേ ഋഷഭിന്റെയും നന്ദന്റെയും വണ്ടികൾ പോയത് രണ്ടാമത്തെ വഴിയിലൂടെയായിരുന്നു. ഋഷഭിന്റെ ജീപ്പ് മലയടി വാരത്തിലൂടെ അതിവേഗതയിൽ പായുമ്പോഴും വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളും മറ്റും തകർത്തുകൊണ്ടായിരുന്നു അവന്റെ ജീപ്പ് മുന്നോട്ട് കുതിച്ചത്. മണ്ണുവഴിയിലൂടെ പായുമ്പോൾ പലതവണ ജീപ്പിന്റെ നിയന്ത്രണം അവന്റെ കയ്യിൽ നിന്നും പോയെങ്കിലും അവൻ ജീപ്പിന്റെ സ്റ്റിയറിംഗിൽ നിന്നും കൈ മാറ്റിയതേയില്ല. അതിവേഗത്തിൽ പാഞ്ഞ ജീപ്പ് കയറ്റം കയറാൻ തുടങ്ങിയതും വേഗത ചെറുതായി കുറഞ്ഞെങ്കിലും തോക്കാൻ അവൻ തയ്യാറല്ലാത്ത പോലെ അവൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം നന്ദനും അവനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഗൗരി പലതവണ ഷൂട്ട് ചെയ്തത് ഋഷഭിന്റെ ജീപ്പിന്റെ ചില ഭാഗങ്ങളിൽ കൊണ്ടെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ജോബിന് ആ സമയം അനീഷിനെയും സുധീഷിനെയും ഫോണിലൂടെ ബന്ധപ്പെട്ട് അവർ എവിടെയാണെന്നും തങ്ങൾ എവിടെയാണെന്നുമുള്ള വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. കയറ്റം കയറി റോഡ് നിരപ്പായതും ഋഷഭ് തന്റെ ജീപ്പിന്റെ വേഗത വീണ്ടും കൂട്ടി. അതുകണ്ട് നന്ദനും. രണ്ടു വണ്ടികളുടെയും ടയറുകൾ മണ്ണുവഴിയിലെ ചെറിയ കുഴിയിലൂടെയും വലിയ ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെയും പൊടിപറത്തി മുന്നോട്ട് കുതിച്ചു. നന്ദൻ പലതവണ ഋഷഭിന്റെ ജീപ്പിനെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും ഋഷഭ് അതിന് സമ്മതിക്കാത്ത പോലെ വെട്ടിച്ചും നന്ദന്റെ സ്കോർപിയോയിൽ വണ്ടിയിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടും മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. കാട്ടിലെ ഒരു സ്ഥലമെത്തിയതും മുന്നിൽ റോഡ് തടസ്സമായതുകൊണ്ട് ഋഷഭ് ജീപ്പ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഇടത്തോട്ട് വെട്ടിച്ചു. അതൊരു കുത്തിറക്കമായിരുന്നു. എങ്കിലും അവൻ സ്പീഡ് കുറയ്ക്കാൻ തയ്യാറായില്ല. അങ്ങനെ അതേ വേഗത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ നിന്നും സുധീഷ് പോലീസ് ജീപ്പുമായി വന്നു. അത് കണ്ട് ഋഷഭ് തന്റെ ജീപ്പ് ചവിട്ടി നിർത്താൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ജീപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമായിരുന്നു. ഋഷഭ് ജീപ്പ് മാറ്റുകില്ലെന്ന് മനസ്സിലായതും അനീഷ് ജമ്പ് സുധീഷ് അനീഷിനോട് പറഞ്ഞതും അനീഷ് ജീപ്പിന്റെ സൈഡ് ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. സുധീഷ് പോലീസ് ജീപ്പിന്റെ ഹാൻഡ് ബ്രേക്ക് വലിച്ച് റോഡിന് വട്ടമിട്ട് നിർത്തി ജീപ്പിൽ നിന്നും പുറത്തേക്കെടുത്തു ചാടി കമിഴ്ന്ന് റോഡിനപ്പുറമുള്ള കാട്ടിലേക്ക് ഉരുണ്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ ഋഷഭിന്റെ ജീപ്പ് വന്ന് വലിയൊരു ശബ്ദത്തോടെ ആ പോലീസ് ജീപ്പിലിടിച്ച് പോലീസ് ജീപ്പും മറിച്ചിട്ടു. ഒപ്പം താർ ജീപ്പിന്റെ പുറകുവശം പൊങ്ങി നിലത്തേക്ക് തിരിച്ചു വന്ന് പൊടി പറത്തി നിന്നു. അപ്പോഴേക്കും നന്ദന്റെ സ്കോർപിയോയും പൊടി പറത്തിക്കൊണ്ട് ഋഷഭിന്റെ വാഹനത്തിന് പുറകിലായി വന്നു നിന്നു. കാറ് നിന്നതും പെട്ടെന്ന് തന്നെ ഗൗരി തോക്കുമായി പുറത്തേക്കിറങ്ങി. നന്ദൻ സ്കോർപിയോയുടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു നിർത്തിയിട്ട് പുറത്തേക്കിറങ്ങി. തന്റെ തോക്കെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ജീപ്പിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരും തോക്കുമായി ജീപ്പിനടുത്ത് വന്നിരുന്നു.
ഒരു ഇരുട്ടിൽ നന്ദന്റെ സ്കോർപ്പിയോയുടെ ഹെഡ്ലൈറ്റ് വെട്ടം മാത്രമേ വെളിച്ചത്തിനായി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നന്ദൻ താർ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് തോക്കുചൂണ്ടി നോക്കിയതും അവിടം ശൂന്യമായിരുന്നു. അതേസമയം തന്നെ ജീപ്പിന്റെ കോ ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് ഗൗരിയും തോക്കുമായി എത്തിയിരുന്നു. പെട്ടെന്ന് ജീപ്പിന്റെ കോ ഡ്രൈവർ ഡോർ ഗൗരി തുറന്നതും ഒരു ബാഗ് കൊണ്ട് ഗൗരിയെ തള്ളിയിട്ട ശേഷം ഋഷഭ് ജീപ്പിൽ നിന്ന് കാട്ടിലേക്ക് ഓടി. അതുകണ്ട് മറ്റുള്ളവർ അവനെ ഷൂട്ട് ചെയ്തെങ്കിലും അവൻ അതിവേഗം ഇരുട്ടിലേക്ക് മറഞ്ഞിരുന്നു. ഗൗരി വീണത് കണ്ട് നന്ദൻ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നതും സുധീഷ് അവളെ പിടിച്ച് എണീപ്പിച്ചിരുന്നു. ഗൗരി, ആർ യു ഓക്കെ? യെസ് നന്ദൻ, ഐ ആം ഓക്കെ. ഓക്കെ, അവൻ ഇവിടെ നിന്നും രക്ഷപ്പെടരുത്. ഗോ ആൻഡ് സർച്ച്. നന്ദൻ പറഞ്ഞതും എല്ലാവരും തോക്കെടുത്ത് പിടിച്ച് ഋഷഭ് ഓടി മറഞ്ഞ കാട്ടിലേക്ക് കയറി. ചുറ്റും പലതരത്തിലുള്ള മരങ്ങളുള്ളതുകൊണ്ട് അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. ഇരുട്ടിൽ വെളിച്ചത്തിനു വേണ്ടി രണ്ടുപേരെ ടോർച്ചും മറ്റുള്ളവർ മൊബൈൽ ഫ്ലാഷ് ലൈറ്റും ഓൺ ചെയ്തു. കാട്ടിലേക്ക് കുറച്ച് കയറിയതും അവർ പല വഴി പിരിഞ്ഞ് ചുറ്റും നോക്കി പതിയെ മുന്നോട്ട് നടന്നു. അവർ മുന്നോട്ട് നടക്കുന്തോറും പേടിപ്പിക്കുന്ന ഇരുട്ടിന്റെ കടുപ്പവും ഒപ്പം ചീവീടുകളുടെയും മൂങ്ങയുടെയും ശബ്ദവും, പലരുടെയും മുന്നിലേക്ക് പെട്ടെന്ന് ചാടിവരുന്ന കറുമ്പൻ പൂച്ചയും, അതിനോടൊപ്പം പുറകിലും മുൻപിലുമായുള്ള ചില കാലടി ശബ്ദവും. നോക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തതുമെല്ലാം അവരിൽ ചിലരുടെ ഉള്ളിൽ ചെറിയ ഭയം നിറച്ചു. എങ്കിലും അവർ സധൈര്യം മുന്നോട്ട് തന്നെ നടന്നു. അതേസമയം ജോബിൻ തന്റെ മൊബൈൽ വട്ടത്തിൽ അല്പം പേടിയോടെ മുന്നോട്ട് നോക്കി നടക്കുവാണ്. പെട്ടെന്ന് അവന്റെ പുറകിലൂടെ വന്ന ഋഷഭ് ജോബിന്റെ ഇടുപ്പിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി നിലത്തേക്ക് വലിച്ചിട്ടു. അപ്പോഴേക്കും അവന്റെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് തെറിച്ചു വീണു. വീണതിന്റെ വേദനയിൽ ജോബിൻ അലറി. അതുകണ്ട് അവനെ ചവിട്ടാനായി ഋഷഭ് കാലുയർത്തിയതും ആരോ അവിടേക്ക് ഓടിവരുന്ന ശബ്ദം കേട്ട് ഋഷഭ് വീണ്ടും ഇരുട്ടിലേക്ക് മറഞ്ഞു. ഗൗരി ഓടി വന്നപ്പോഴേക്കും ജോബിൻ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പൊളയുമായിരുന്നു. അതുകണ്ട് ഗൗരി അവനെ എണീപ്പിക്കാൻ നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ മുഴുവൻ ബ്ലഡ്. മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ജോബിന്റെ തലയിലെ മുറിവിൽ നിന്നും ചുവന്ന രക്തം ഒഴുകുന്നത് കണ്ടു. വോക്കി ടോക്കി വഴി അവൾ മറ്റുള്ളവരെ വിവരമറിയിച്ചു. പെട്ടെന്ന് അടുത്തുള്ള കുറ്റിക്കാടിൽ നിന്നൊരു ശബ്ദം കേട്ടതും അവൾ തോക്കെടുത്ത് അവിടേക്കുന്നം വെച്ചു. ശേഷം ജോബിന്റെ അടുത്ത് നിന്നും അവൾ പതിയെണീറ്റ് മുന്നോട്ട് നടന്നു. അതുകണ്ട് ഋഷഭ് ശബ്ദമുണ്ടാക്കാതെ ഒരു വടിയുമായി ഗൗരിയുടെ പുറകെ വന്നു. ഗൗരിയുടെ തലയ്ക്ക് നേരെ അവൻ വടി വീശിയതും അത് മുൻകൂട്ടി കണ്ടെന്ന പോലെ അവൾ ആ അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറി അവനെ ഗൺ പോയിന്റിൽ നിർത്തി. ഒരു നിമിഷം പതറിപ്പോയ ഋഷഭ് തിരിഞ്ഞു നോക്കിയതും തനിക്ക് നേരെ തോക്കുചൂണ്ടി നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഒന്നും പതറിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവന്റെ കയ്യിലിരുന്ന വടി അവളുടെ തോക്ക് പിടിച്ച കൈക്ക് നേരെ അവനെറിഞ്ഞു. അതുകണ്ട് അവൾ മാറാൻ നോക്കിയപ്പോഴേക്കും ഋഷഭ് ഓടിച്ചെന്ന് അവളുടെ കയ്യിലെ തോക്ക് കാലുകൊണ്ട് ദൂരേക്ക് തട്ടിത്തെറിപ്പിച്ചു. കൂട്ടത്തിൽ അവൾക്കിട്ടൊരു ചവിട്ടും കൊടുത്തു. ചവിട്ടേറ്റ് വീണ ഗൗരിയുടെ കയ്യിൽ നിന്നും അവളുടെ ഫോണും ദൂരേക്ക് തെറിച്ചു വീണു. ഇപ്പോൾ 2 ഫോണുകളുടെയും ഫ്ലാഷ് ലൈറ്റ് വെട്ടത്തിൽ ചുറ്റുമുള്ള കുറച്ച് ഭാഗങ്ങൾ കാണാം. പെട്ടെന്ന് തന്നെ അവൾ വീണെടുത്തു നിന്നും എണീറ്റു. അതുകണ്ട് ഋഷഭ് അവളെ അടിക്കാനായി തന്റെ വലത്ത് കൈ ഉയർത്തിയതും ഗൗരി തന്റെ ഇടത്തെ കൈകൊണ്ട് അവന്റെ കൈ ബ്ലോക്ക് ചെയ്ത് അവളുടെ വലത് കൈ കൊണ്ട് അവന്റെ വയറിന് ഒരു അടി കൊടുത്തു. ആ പഞ്ചിൽ അവൻ അല്പം പിന്നിലേക്ക് നീങ്ങിയതും അവൾ നിന്നിടത്തു നിന്നും ഒന്ന് ഉയർന്നു ചാടി അവന്റെ നെഞ്ചിനിട്ട് ഒരു ചവിട്ടുകൂടെ കൊടുത്തു. ആ ചവിട്ടിൽ അവൻ അല്പം പിറകിലേക്ക് തെറിച്ചു ചെന്നു. ഒരു മരത്തിലിടിച്ച് നിലത്തേക്ക് വീണു. അപ്പോഴേക്കും അവൾ നിലത്ത് നിന്ന് അവനെ നോക്കി. ഗൗരിയുടെ ആ നിൽപ്പ് കണ്ടതും ഋഷഭിന്റെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു. ഒരു നിമിഷം അവൻ ഗൗരിയിൽ തന്റെ പെങ്ങൾ മരിക്കാൻ കാരണക്കാരിയായ ജ്വല്ലറി ഉടമയുടെ ഭാര്യയുടെ മുഖം കണ്ടു. അത് അവനിൽ കൂടുതൽ ദേഷ്യം നിറച്ചു. അവൻ നിലത്തു നിന്നും ഒരലർച്ചയോടെ എണീറ്റ് ഗൗരിയുടെ നേരെ ചെന്നതും അവൾ അവന്റെ മുഖം നോക്കി ഒരു പഞ്ചു കൊടുത്തു. അതോടെ അവന്റെ വായിൽ നിന്നും ചുവന്ന രക്തം പുറത്തേക്കൊഴുകി. അതുകണ്ട് അവൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അവളുടെ നേരെ ചെന്നു. അടുത്ത നിമിഷം അവൾ കണ്ണു തുറന്ന് നോക്കിയതും ഒരു മരക്കുറ്റിയുടെ കൂർത്താറ്റം തന്റെ തൊണ്ടക്കുഴിയുടെ തൊട്ടടുത്ത് കണ്ടു. അവൾ ആശ്വാസത്തോടെ നോക്കിയതും തന്റെ വയറിൽ ചേർത്ത് പിടിച്ച ബലിഷ്ഠമായ കൈയും അടുത്ത് നിൽക്കുന്ന തനിക്ക് പരിചിതമായ മണവും താൻ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് അപ്പോഴുള്ളതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ നന്ദന്റെ കയ്യിൽ നിന്ന് എണീറ്റ് നോക്കിയതും തനിക്ക് മുന്നിൽ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന നന്ദനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അറിയോ ഓക്കെ ഗൗരി? അവൻ ചോദിച്ചതും അവൾ യാന്ത്രികമായി തലയാട്ടി. നന്ദനെയും ഗൗരിയെയും അങ്ങനെ കണ്ട് ഋഷഭ് ഒരലർച്ചയോടെ അവരുടെ അടുത്തേക്ക് ഓടി വന്നു.
അവൻ അടുത്തെത്താറായതും ഗൗരി, നന്ദൻ ഗൗരിയെ വിളിച്ചു. അവളുടെ ഉടുപ്പിൽ പിടിച്ചവൻ അവളെ പൊക്കിയതും അവൾ ഉയർന്നു ചാടി ഋഷഭിന്റെ പെടലിക്ക് ഒരടി കൊടുത്തു. അതോടെ അവൻ തെറിച്ചു വീണു. നന്ദൻ അവളെ താഴേക്കിറക്കിയതും അവൻ വീണ്ടും എണീറ്റു വന്നു. തന്റെ ഗൗരി മരണത്തെ മുഖാമുഖം കണ്ടത് നന്ദന്റെ മനസ്സിലേക്ക് വന്നതും അവൻ തലങ്ങും വിലങ്ങും ഋഷഭിനെ അടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടേക്ക് വന്നു. നന്ദന്റെ കയ്യിൽ കിടന്ന ഋഷഭ് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഗൗരിയും സുധീഷും ചേർന്ന് നന്ദനെ പിടിച്ചു മാറ്റി. ഋഷഭിനെ അവർ താഴേക്ക് തള്ളിയിട്ടു. മതി സർ, ഇനി തല്ലിയാൽ അവൻ ചത്തുപോകും. എന്നെ വിട്, എനിക്ക് ആ പുന്നാരമോനെ കൊല്ലണം. നന്ദൻ പ്ലീസ്, അവനെ കൊല്ലാനല്ല നമ്മൾ വന്നത്, അത് ഓർമ്മ വേണം, ഗൗരി അവനോട് പറഞ്ഞു. നന്ദൻ ഒന്നടങ്ങി. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്ന ശേഷം നന്ദൻ അനീഷിന്റെ നേരെ തിരിഞ്ഞു. നിനക്ക് ഇവനെയൊന്നും ചെയ്യണ്ടേ? നന്ദൻ ചോദിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവനൊരു പരിവമാക്കി. ഇനി ഞാൻ കൂടെ കൈവച്ചാൽ ഇവൻ ചിലപ്പോൾ ഇവിടെ വെച്ച് തീരും, അനീഷ് പറഞ്ഞു. തീരുന്നെങ്കിൽ തീരട്ടെ. 2 ബുള്ളറ്റ് കൂടി ഇവന്റെ നെഞ്ചത്തേക്ക് പായിച്ച് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ നിവർത്തിയില്ലാതെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാം. അല്ലേലും ഇവനെ പോലെയുള്ളവനൊന്നും ജീവിക്കരുത്, നന്ദൻ അതീവ ദേഷ്യത്തോടെ പറഞ്ഞതും ഋഷഭിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ഒരു പുച്ഛച്ചിരി. വേണ്ട സർ, ഇവനെന്തായാലും നമ്മുടെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നേ, സമയമുണ്ടല്ലോ. ഇതും പറഞ്ഞ് അനീഷും സുധീഷും ചേർന്ന് നിലത്ത് കിടന്ന ഋഷഭിനെ പൊക്കിയെടുത്തു. അപ്പോഴേക്കും ജോബിനെയും രണ്ടുപേരും ചേർന്ന് പൊക്കിയെടുത്തു. നിലത്ത് വീണുകിടക്കുന്ന ഫോണുകൾ എടുക്കാൻ പോയപ്പോൾ ഫോണിന്റെ അടുത്ത് നിന്നും ഗൗരിയുടെ തോക്കും അവൾക്ക് കിട്ടി. ശേഷം എല്ലാവരും കൂടി കാടിനുള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി. എല്ലാവരും മറ്റുള്ളവരുടെ പരിക്കും മറ്റും നോക്കുന്നതിനിടയിൽ ഋഷഭ് എല്ലാവരെയും ഒന്ന് നോക്കി. അപ്പോൾ എങ്ങനെയാ മോനെ ഋഷഭേ, ഇറങ്ങുമല്ലേ? നന്ദൻ സ്കോർപിയോയുടെ അടുത്തേക്ക് ചെന്ന് ഒരു ചിരിയോടെ അവനോട് ചോദിച്ചതും ഋഷഭ് ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു. അപ്പോഴേക്കും നേരം പുലർന്നു. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് അരിച്ചിറങ്ങി. മൂന്നാർ സ്റ്റേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാർ പല വഴികളിലൂടെയും അവിടേക്ക് വന്നിരുന്നു. അവർ വന്നതും ആദ്യം തന്നെ ജോബിനെയും കൊണ്ട് റാം ഒരു പോലീസ് ജീപ്പിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടേക്ക് വന്ന പോലീസുകാരുടെ കയ്യിൽ നിന്നും വിലങ്ങ് വാങ്ങി ഋഷഭിന്റെ കയ്യിലേക്കിട്ട ശേഷം സ്കോർപിയോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവനെ ഇറക്കി പുറകിൽ അനീഷിന്റെയും സുധീഷിന്റെയും നടുക്കായിരുത്തി. ഋഷഭിന്റെ ബാഗും അവന്റെ ജീപ്പിൽ നിന്നും എടുത്ത കുറച്ച് സാധനങ്ങളും സ്കോർപിയോയുടെ പുറകിൽ വെച്ച് ഗൗരിയും നന്ദനും മുന്നിലേക്ക് കയറി. ഈ കാട്ടിൽ ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ സെർച്ച് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് അവിടെ നിന്നും കിട്ടാതിരിക്കില്ല, നന്ദൻ കാറിൽ കയറിയ ശേഷം അവിടെയുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞു. യെസ് സർ, ആ കോൺസ്റ്റബിൾ പറഞ്ഞതും നന്ദൻ തന്റെ സ്കോർപിയോ പുറകിലേക്കെടുത്ത് റിസോർട്ടിലേക്ക് തിരിച്ചു. തൊട്ടുപുറകിലായി മറ്റൊരു പോലീസ് ജീപ്പും അവരെ അനുഗമിച്ചു. അവർ തിരിച്ച് റിസോർട്ടിലെത്തുമ്പോഴേക്കും അവിടെ മുഴുവൻ നാട്ടുകാരും മാധ്യമങ്ങളും കൂടെ വളഞ്ഞിരുന്നു. അവരെ നിയന്ത്രിക്കാനായി ഒരു പറ്റം പോലീസ് ഫോഴ്സുമുണ്ട്. അത് കണ്ട് നന്ദൻ സ്കോർപിയോ വഴിയരികിൽ തന്നെ നിർത്തി. ഇവരൊക്കെ ഇത്ര പെട്ടെന്നെത്തിയോ? നന്ദൻ റിസോർട്ടിന് മുന്നിൽ വരെ ഒന്ന് പോയി നോക്കിയ ശേഷം കൂടെയുള്ളവരോട് പറഞ്ഞു. നന്ദൻ, നമുക്ക് റിസോർട്ടിനുള്ളിലേക്ക് പോകാം, ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. ഗൗരി പറഞ്ഞതും അത് ശരിയാണെന്ന് നന്ദന് തോന്നി. അതുകൊണ്ട് തന്നെ നന്ദൻ തന്റെ സ്കോർപിയോ മുന്നോട്ടെടുത്തു. ഗേറ്റിന്റെ മുന്നിൽ ചെന്ന് ഹോൺ മുഴക്കിയതും പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോഴേക്കും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും കൂടെ സ്കോർപിയോ വളയാൻ നോക്കിയെങ്കിലും പോലീസുകാർ ഇടപെട്ട് നന്ദൻ കാർ റിസോർട്ടിനുള്ളിലേക്ക് കയറ്റിച്ചു. ഒപ്പം കൂടെ വന്ന പോലീസ് വാഹനവും. 2 വണ്ടിയും അകത്ത് കയറിയതും റിസോർട്ടിന്റെ ഗേറ്റ് അവർ ക്ലോസ് ചെയ്തു. ഗൗരി, കമ്മീഷണറെ വിളിച്ച് ഫോഴ്സ് എവിടെ എത്തിയെന്ന് അന്വേഷിക്കണം, കാർ പാർക്ക് ചെയ്ത ശേഷം നന്ദൻ ഗൗരിയോട് പറഞ്ഞതും അവൾ അപ്പോൾ തന്നെ ഫോണെടുത്ത് കമ്മീഷണറെ വിളിച്ചു. അത് കണ്ട് നന്ദൻ സ്കോർപിയോയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഫോഴ്സ് വരുന്നവരെ നിങ്ങൾ 2 പേരും ഇറങ്ങണ്ട സർ. അപ്പോഴേക്കും നന്ദനെ കണ്ട് മൂന്നാർ SI അവന്റെ അടുത്തേക്ക് വന്നു. സർ, ഞാൻ മുരുകൻ, മൂന്നാർ സ്റ്റേഷനിൽ SI ആണ്. ഓ, ഐ ആം റിയലി സോറി സർ. ഇന്നലെ നിങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ സ്റ്റേഷന്റെ അടുത്ത് ആരോ സിഗ്നൽ ജാമർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. പിന്നെ സ്റ്റേഷനിലെ ലാൻഡ് ലൈനിലേക്കുള്ള കേബിളും ഡിസ്കണക്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും. ഇറ്റ്സ് ഓക്കെ മുരുകൻ, ഞങ്ങളിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തതാ. ഇന്നലെ നൈറ്റ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോഴാണ് മെസ്സേജ് കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും നിങ്ങളും എത്തിയിരുന്നു. ഇറ്റ്സ് ഓക്കെ മുരുകൻ. പിന്നെ ഇവിടെ എന്തായി? മധുറാം സാർ ഇസ് നോ മോർ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. സാറിന്റെ വൈഫ് അകത്ത് മയക്കമില്ലാതെ കിടക്കുമായിരുന്നു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
എസ് ഐ മുരുകൻ പറഞ്ഞതും അത് കേട്ട് നന്ദന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അത് കണ്ടൊന്നും മനസ്സിലാകാതെ മുരുകൻ നിന്നു. മധുറാമിന്റെ വൈഫും പിള്ളേരും അയാളുടെ സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്. സാർ, അപ്പോ ഇത്? നന്ദൻ പറഞ്ഞത് കേട്ട് മുരുകൻ അതിശയത്തോടെ ചോദിച്ചു. ആ, അത് തന്നെ. ഇത്രയും പറഞ്ഞ് നന്ദൻ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും ഗൗരിയും അവിടേക്ക് വന്നു. നന്ദൻ, അവർ ഓൺ ദ വേ ആണ്. ഒരു അരമണിക്കൂറിനുള്ളിലെത്തും. പിന്നെ മീഡിയ സെൽ ലൈവ് ന്യൂസ് വരുന്നുണ്ട്. പോലീസിന്റെ അനാസ്ഥയാണെന്നും പറഞ്ഞ് ഗൗരി നന്ദനോടായി പറഞ്ഞു നിർത്തിയതും നന്ദനൊന്ന് ചിരിച്ചു. അപ്പോഴും റിസോർട്ടിന് പുറത്ത് മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾക്ക് മുന്നിൽ നിന്നും ലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ അവൾ തനിക്ക് കിട്ടിയ വിവരങ്ങൾ എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. സർ, പ്രൊസീജിയേഴ്സ് എല്ലാം ഏകദേശം കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എടുക്കുവാണ്. എസ് ഐ മുരുകൻ വന്ന് നന്ദനോട് പറഞ്ഞു. അപ്പോഴേക്കും കോട്ടയത്ത് നിന്നും 2 ബസ് ഫോഴ്സ് കൂടെ അവിടേക്ക് വന്നു. ആ, പിന്നെ അവനെ ഒരു ബസ്സിലേക്ക് കയറ്റണം. അല്ലേ ചിലപ്പോൾ അവൻ അതിബുദ്ധി കാണിക്കും. നന്ദൻ പറഞ്ഞതും മറ്റ് ഓഫീസേഴ്സ് ചേർന്ന് ഋഷഭിനെ സ്കോർപിയോയിൽ നിന്നും വിലങ്ങോടെ തന്നെ ഇറക്കി പോലീസ് ബസ്സിലേക്ക് കയറ്റി. അത് കണ്ട് നന്ദനും ഗൗരിയും റിസോർട്ടിലെ കോട്ടേജ് നമ്പർ 15ലേക്ക് പോയി. അവിടെ ബാത്റൂമിലെ മധുറാമിന്റെ ഡെഡ് ബോഡി കണ്ട് ഒരു നിമിഷം നന്ദൻ അനങ്ങാതെ നിന്നു. പിന്നെ പതിയെ ആ ബാത്റൂമിലേക്ക് കയറി. അവിടെ എഴുതിയിരിക്കുന്ന ക്രൈം എസ് എന്ന വാക്കിലെ എമ്മിന്റെ വ്യത്യാസം കണ്ട് നന്ദൻ അവിടെ നിന്നും ഇറങ്ങി. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണം. അവർ എത്തിയോ? നന്ദൻ പുറത്തേക്ക് വന്നതും മുരുകനോട് ചോദിച്ചു. ഓക്കെ സർ. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരോട് അവിടേക്ക് എത്തിയാൽ മതിയെന്നാണ് പറഞ്ഞേക്കുന്നത്, മുരുകൻ പറഞ്ഞു. ആ, ഓക്കെ, ഗുഡ്. നന്ദൻ ഇതും പറഞ്ഞ് റിസോർട്ടിന്റെ മുന്നിലേക്ക് വന്നു. അപ്പോഴേക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ട് നന്ദൻ അവിടേക്ക് ചെന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം തിരിച്ച് തന്റെ കാറിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ബാത്റൂമിൽ നിന്നും മധുറാമിന്റെ ബോഡി ഇറക്കി ആംബുലൻസിലേക്ക് കയറ്റിയിരുന്നു. ആംബുലൻസ് റിസോർട്ടിൽ നിന്നും ഇറങ്ങിയ പുറകെ തന്നെ നന്ദനും തന്റെ സ്കോർപിയോവുമായി ഇറങ്ങി. സ്കോർപിയോയിൽ അപ്പോൾ ഗൗരിയും നന്ദനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു 2 പേരും ഋഷഭിനെ കയറ്റിയ പോലീസ് ബസ്സിലേക്ക് കയറിയിരുന്നു. ഗൗരി. യാത്രക്കിടയിൽ നന്ദൻ വിളിച്ചതും ഗൗരി തിരിഞ്ഞ് അവനെ നോക്കി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിലോ മറ്റോ പോകണോ? ഏയ്, ഐ ആം ഓക്കെ നന്ദൻ. ഓക്കെ. ആ, പിന്നെ റാമിനെ ഒന്ന് വിളിക്കണം. ഹോസ്പിറ്റലിൽ ജോബിന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണം. ഞാൻ വിളിച്ചിരുന്നു. വീഴ്ചയിൽ തല എവിടെയോ ഇടിച്ചു മുറിഞ്ഞു. ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട്. പുറമേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ പ്രശ്നമുണ്ടോ എന്ന് എക്സ്റേ എടുത്ത് നോക്കിയതിനു ശേഷം പറയാമെന്നാണ് പറഞ്ഞത്. എങ്കിലും ഒരു ദിവസം ഒബ്സർവേഷന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗൗരി അവനോട് പറഞ്ഞു. നമ്മൾ പോകുന്ന വഴിക്കല്ലേ ഹോസ്പിറ്റൽ? യെസ്. നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകാം. ഇതും പറഞ്ഞ് അവൻ സ്കോർപിയോ വേഗത്തിൽ പായിച്ചു. ഹോസ്പിറ്റലിലേക്ക് ചെന്നതും റാം ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ജോബിൻ? നന്ദൻ റാമിനോട് ചോദിച്ചതും മയക്കത്തിലാ, നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, റാം പറഞ്ഞു. ജോബിന്റെ വീട്ടിലറിയിച്ചോ? നോ സർ. ആ, ഓക്കെ. ഇപ്പോഴൊന്നും അറിയിക്കണ്ട. അവന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുമല്ല, അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. വെറുതെ ഈ സമയത്ത് ആ കൊച്ചിനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നന്ദൻ റാമിനോട് പറഞ്ഞതും അത് കേട്ട് ഗൗരി അവനെ നോക്കി. ഓക്കെ സർ. ഇങ്ങോട്ട് വരുമ്പോൾ ജോബിനും അത് തന്നെയാണ് പറഞ്ഞത്, റാം പറഞ്ഞു. അപ്പോഴേക്കും അവർ നടന്ന് ജോബിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ജോബിനെ വീട്ടിലെത്തിച്ചിട്ട് റാം വന്നാൽ മതി. ഞാൻ മുരുകനോട് പറഞ്ഞേക്കാം വേണ്ടത് ചെയ്യാൻ. ആ, ജോബിനോട് പറഞ്ഞേര് ഞങ്ങൾ വന്ന കാര്യം. പിന്നെ താനും ഒന്ന് റെസ്റ്റ് എടുത്തോ. ഇത്രയും പറഞ്ഞ് നന്ദനും ഗൗരിയും അവിടെ നിന്നിറങ്ങി. തിരിച്ചുള്ള യാത്രയിൽ 2 പേരുടെയും ഇടയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ഗൗരിയുടെ മനസ്സിൽ അപ്പോഴും നന്ദന്റെ ഫോണിലെ വാൾപേപ്പർ ആയിരുന്നു. താനും മോളും. ഗൗരി നന്ദനെ നോക്കിയതും അവൻ ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വഴിയിൽ നിർത്തി നന്ദൻ വെള്ളം വാങ്ങി മുഖത്തേക്ക് തെളിച്ചു. അവന്റെ ക്ഷീണം അതിൽ അലിയിച്ചു കളയാൻ നോക്കി. അതിനുശേഷം ബാക്കി വന്ന വെള്ളം കുപ്പിയോടെ ഗൗരിക്ക് നീട്ടിയെങ്കിലും പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ ആ കുപ്പിയിലെ വെള്ളം അവന്റെ വായിലേക്ക് തന്നെ കമിഴ്ത്തി. പിന്നെ വേറെ വെള്ളം വാങ്ങി ഗൗരിക്ക് കൊടുത്തു. അത് വാങ്ങി അവളും മുഖം കഴുകി. അടുത്തു കണ്ട ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി കയറി. നന്ദൻ, ഞാൻ ഡ്രൈവ് ചെയ്യണോ? ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറാൻ നേരം ഗൗരി അവനോട് ചോദിച്ചു. ഏയ്, ഞാനോട് ചോളാം. നന്ദൻ ഇതും പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി.
ഗൗരി കൂടെ കയറിയതും അവർ അവിടെ നിന്നും കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു. തിരിച്ചുള്ള യാത്രയിൽ ഗൗരിയുടെ മനസ്സിലൂടെ നന്ദനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും കടന്നുപോയി. നന്ദന്റെ ചിരിച്ച മുഖവും തന്നോട് മാത്രമുള്ള കുറുമ്പും വാശിയും ദേഷ്യവും, അവരുടെ രണ്ടുപേരുടെയും പ്രണയ നിമിഷങ്ങളും, അതിനുശേഷമുള്ള വിവാഹവും, വിവാഹം കഴിഞ്ഞുള്ള നാളുകളിലെ നന്ദന്റെ സ്നേഹപ്രകടനങ്ങൾ, അതിപ്പോൾ ബെഡ്റൂമിലായാലും ഹാളിലായാലും അടുക്കളയിലെ കുക്കിങ്ങിലായാലും ഫ്രീ ടൈമിൽ എപ്പോഴും തൻ്റെ കൂടെ. താനും അത് ആഗ്രഹിച്ചിരുന്നു ആ നിമിഷങ്ങളിലൊക്കെ. ഉച്ചയോടെ അവർ കോട്ടയത്തെത്തി. ഋഷഭിനെയും കൊണ്ട് പോലീസ് എത്തിയത് കോട്ടയത്ത് തന്നെയുള്ള നന്ദന്റെ ഓഫീസിലേക്കായിരുന്നു. അവിടെ ഒരു മുറിയിലേക്ക് കൊണ്ടുചെന്ന് ഋഷഭിനെ അടച്ചിട്ടു. മൂന്നാറിൽ നിന്ന് വന്ന നന്ദൻ ഓഫീസിലേക്കെത്തി. വണ്ടിയിലുണ്ടായിരുന്ന ഋഷഭിന്റെ ബാഗും മറ്റും ഓഫീസിൽ ഏൽപ്പിച്ച ശേഷം ഫോറൻസിക്കിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ശേഷം അവർ തിരിച്ചു വീട്ടിലേക്ക് പോയി. ഗൗരിയെ അവളുടെ വീടിന് മുന്നിൽ ഇറക്കിയ ശേഷം ഒന്നും മിണ്ടാതെ അവൻ വീട്ടിലേക്ക് പോയി. അത് കണ്ട് ഗൗരിയും വീട്ടിലേക്ക് ചെന്നു. ഫ്രഷായ ശേഷം അവൾ കട്ടിലേക്ക് കിടന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ നന്ദനും ഗൗരിയും ഓഫീസിലേക്കെത്തി. അവർ അപ്പോൾ തന്നെ ഋഷഭിനെ ചോദ്യം ചെയ്യാനായി അവനെ ഇട്ടിരിക്കുന്ന മുറിയിലേക്ക് കയറി. അത് കണ്ട് മറ്റുള്ളവർ റൂമിനുള്ളിലെ ക്യാമറയും നോക്കി അവരുടെ ഓഫീസ് മുറിയിലേക്കിരുന്നു. നീ എന്തിനാ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്? നന്ദൻ ഋഷഭിന്റെ മുന്നിലായി ചെന്നിരുന്നു കൊണ്ട് അവനോട് ചോദിച്ചു. പക്ഷേ അതിനവൻ മറുപടിയൊന്നും പറയാതെ മറ്റെവിടെയോ നോക്കിയിരുന്നു. മോനെ ഋഷഭ്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ ഈ കൈയുടെ ചൂട് ഇന്നലെ നീ അറിഞ്ഞതല്ലേ, അതോ ഇനിയും അറിയണോ? നന്ദൻ ഇരുന്നിടത്തു നിന്നും എണീറ്റുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി ഋഷഭിന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. സേതുലക്ഷ്മി നിങ്ങളോടെല്ലാം പറഞ്ഞല്ലേ സാറേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു അനാവശ്യ ചോദ്യം? ഋഷഭ് പുച്ഛത്തോടെ ചോദിച്ചു. ഗുഡ്, നീ പറഞ്ഞത് ശരിയാണ്. സേതുലക്ഷ്മി പറഞ്ഞു കുറച്ചു കാര്യങ്ങൾ. ബാക്കി നീ തന്നെ പറമോനെ ഋഷഭേ. എന്തിനാണ് നിന്റെ ചേച്ചി കാളിന്തിയെ ഒരു കള്ളക്കേസിൽപ്പെടുത്തി CI മധുറാം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്? അതിന് മാത്രം പക തോന്നാൻ CI മധുറാമിനോട് അവൾ എന്താണ് ചെയ്തത്? ഇതൊക്കെ ശരിക്കും CI മധുറാമിനോടും SI ഐറിക് എബ്രാഹിമിനോടുമാണ് ചോദിക്കേണ്ടത്. പക്ഷെ എന്തു ചെയ്യാം, അവർ രണ്ടുപേരും ഇപ്പോൾ ജീവനോടെയില്ല. സോ അവരെ കൊന്ന നീ തന്നെ പറ. നന്ദൻ ചോദിച്ചതും കുറച്ചു നേരം ആലോചനയോടെ നിന്ന ഋഷഭ് എല്ലാ കാര്യങ്ങളും പതിയെ നന്ദനോട് പറഞ്ഞു. നീതി നേടിത്തരേണ്ട നീതിദേവത കണ്ണും പൂട്ടി ഒരു കാഴ്ച വസ്തുവിനെ പോലെ നിന്നപ്പോൾ എനിക്ക് അവകാശപ്പെട്ട നീതി ഞാൻ തന്നെ സ്വയം നേടുന്നു. ഋഷഭ് വല്ലാത്തൊരു ഭാവത്തോടെ നന്ദനോട് പറഞ്ഞു. ഓക്കെ, CI മധുറാമിനെയും SI ഐറിക്കിനെയും കൊന്നത് ചേച്ചിയെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെയും അവൾ മരിച്ചതിന്റെയും പേരിൽ. അപ്പോൾ 2 കോൺസ്റ്റബിൾസിനെ കൊന്നത്? നന്ദൻ ചോദിച്ചതും ആ പുന്നാര മക്കൾ ചേർന്നാണ് എന്റെ ചേച്ചിയെയും അമ്മയെയും തലങ്കം വിലങ്കം തല്ലിയത്. എന്റെ അമ്മയെപ്പോലും ചേച്ചിയെ നുള്ളി നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ എന്റെ ചേച്ചിയാണ് അവർ പട്ടിയെ പോലെ തല്ലിയത്. തെറിവിളികൾ കൊണ്ട് അഭിഷേകം ചെയ്തത് അവരെ ഞാൻ കൊന്നു എന്റെ ഈ കൈകൊണ്ട്. ഓക്കെ, പക്ഷേ നിന്റെ ലിസ്റ്റിൽ ഇനിയും 2 പേര് കൂടിയില്ലേ? E ആൻഡ് S, ഈ 2 ലെറ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന 2 പേര്? യെസ്, അവരെയും ഞാൻ കൊല്ലും എന്റെ ഈ കൈകൾ കൊണ്ട് തന്നെ. നന്ദൻ പറഞ്ഞത് കേട്ട് ഋഷഭ് തന്റെ കൈയിലേക്ക് നോക്കി ഒരു ഭ്രാന്തനെ പോലെ പറഞ്ഞു. ആരാണ് അവർ 2 പേരും? അത് ഞാൻ പറയില്ല സാർ. അവർ മരിച്ച ശേഷമേ നിങ്ങൾ അറിയൂ അവർ 2 പേര് ആരാണെന്ന്. ഋഷഭ് ചിരിയോടെ പറഞ്ഞു. നീ ഇവിടെ കിടന്നുകൊണ്ട് എങ്ങനെ 2 പേരെ കൊല്ലും? കോൺസ്റ്റബിൾ ചാരുലത, രമ്യ, പിന്നെ ഐറിക്, CI മധുറാം, ഇവരെ 4 പേരെയും അതിക്രൂരമായി കൊന്നത് നീ തന്നെയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവും ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. നാളെ തന്നെ നിന്നെ കോടതിയിൽ ഹാജരാക്കും. അവിടെ ഞങ്ങൾ നിനക്കൊപ്പം ഹാജരാക്കുന്ന തെളിവുകൾ മതി നിന്നെ ആയുഷ്കാലം ജയിലിനുള്ളിൽ അടയ്ക്കാൻ. നന്ദൻ പറഞ്ഞു നിർത്തിയതും ഋഷഭ് ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് നന്ദൻ അവനെ നോക്കിയതും അവൻ ചിരിയടക്കി പറയാൻ തുടങ്ങി. സാറേ, നിങ്ങൾ എത്രയൊക്കെ തെളിവുകൾ എനിക്കെതിരെ നിരത്തിയാലും എന്നെ ജയിലിനുള്ളിൽ അടയ്ക്കാൻ ഈ നാട്ടിലെ നിയമം നിങ്ങളെ അനുവദിക്കില്ല സാർ. കാരണം ഞാൻ കൊന്നവർ വർഷങ്ങൾക്ക് മുമ്പ് ചാർത്തി തന്ന ഒരു പേരുണ്ട് എനിക്ക്. ഭ്രാന്തൻ. മെന്റലി അബ്നോർമലായ ഒരാൾ ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും പറയാൻ കഴിയില്ല. നിയമത്തിലെ ആ ഒരു ലൂപ്പ് ഹോൾ മാത്രം മതി എനിക്ക് ഈസിയായി ഈ കേസിൽ നിന്നും നിങ്ങളുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകാൻ. ഇതുവരെ അന്വേഷിച്ച ഒരു കേസിലും തോൽവി എന്തെന്നറിയാത്ത നന്ദകിഷോർ IPSഉം ഭാര്യ ഗൗരീനന്ദൻ IPSഉം ഇതാ ആദ്യമായി തോൽക്കാൻ പോകുന്നു. അതും ഈ ഭ്രാന്തന്റെ മുന്നിൽ തോൽക്കാൻ പോകുന്നു.
പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗത്തെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ലൈക്കും കൂടി. താങ്ക്